മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെ ഓപ്പറേഷൻ തൂഫാനിലൂടെ ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കേരളത്തിൽ എന്തൊരു ശാന്തതയാണ്. മുഖ്യമന്ത്രിയുമായി അദ്ദേഹത്തിന്റെ സ്വകാര്യ ഇടങ്ങളിലെല്ലാം കയറി മേഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ് അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈൻ എന്ന് തെളിവുകളടക്കം പുറത്തു വന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ആ വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിക്കാതെ നേരെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന വിഷയത്തിന് പിന്നാലെ പോയതിന് പിന്നിലെ ഡീല് കേരള സമൂഹത്തിന് അറിയും. ഒരു മുഖ്യമന്ത്രിയുടെ രാജിക്ക് തന്നെ കാരണമാകാവുന്ന വിഷയം മാധ്യമങ്ങൾ വാർത്തയാക്കാതെ കേരളത്തിലെ സംഘപരിവാർ മേനോനെ പൊതിഞ്ഞു പിടിക്കുന്ന മനോഭാവം നാടൊന്നടങ്കം കാണേണ്ടതാണ്. സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്ന വ്യക്തിയെ MDMA കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്ക് എന്താണ് ഇയാളുമായിട്ടുള്ള അടുത്ത ബന്ധം എന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാക്കാതെ, കേരളത്തിലെ ജനങ്ങളെ അത് അറിയിക്കാതെ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചാനലുകളിൽ നിന്ന് സർക്കാർ തന്നെ നേരിട്ട് ഫേസ്ബുക്ക് ഇന്ത്യയുമായി ഇടപെട്ട് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ആ വീഡിയോ നീക്കം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഈ നാട്ടിലെ കൂട്ടുകച്ചവടത്തിന്റെ അതിതീവ്ര വേർഷനാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോ പൊടുന്നനെ മനോരമയിലൂടെ മെസ്സി കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് എന്ന പേരിൽ പൊടുന്നനെ ഒരു വാർത്ത ചർച്ചയാക്കാനുള്ള പരിശ്രമം അത് വളരെ നിഷ്കളങ്കമായി പൊന്തി വന്നതല്ലെന്നേ. ഇന്നലെ രാത്രി തന്നെ മേനോനെതിരായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്നുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ചർച്ചകൾ അതിനെ വഴി തടയാൻ വേണ്ടി മേനോൻ ഇന്നലെ രാത്രി തന്നെ മാധ്യമ മുതലാളിമാരുടെ വീടുകളിലേക്ക് അദ്ദേഹം ഹെലികോപ്റ്ററിലൊക്കെ പോയി പല വമ്പന്മാരെയും കണ്ടപ്പോൾ കിട്ടിയ പാരിതോഷികത്തിന്റെ വിഹിതങ്ങൾ മുതലാളിമാരുടെ വീട്ടിലെത്തിച്ചപ്പോൾ പൊടുന്നനെ ഇന്നലെ രാത്രി കായിക വകുപ്പിൽ നിന്ന് ഒരു റിപ്പോർട്ട് പൊട്ടിയങ്ങ് വീഴുകയാണ്. ആ പൊട്ടി വീണ റിപ്പോർട്ട് വെച്ച് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? മേനോൻ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ വാർത്ത കൊടുക്കുന്ന റിപ്പോർട്ടർ ചാനലിനെ എങ്ങനെയും അവർക്ക് പൂട്ടിക്കണം. അതിനുവേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം ഒപ്പം നിർത്തിക്കൊണ്ട് മേനോൻ വിദഗ്ധമായി കളിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ അതിങ്ങനെ കത്തിക്കയറുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പറ പിടിവീഴുന്ന സാഹചര്യം. അതിൽ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ കയറി ഇറങ്ങി നിരങ്ങിയിരുന്ന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും അദ്ദേഹത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ നാവായി പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് ഹുസൈൻ എന്ന വ്യക്തി അറസ്റ്റിലാകുമ്പോൾ അത് ചർച്ചയാകേണ്ടതല്ലേ? ലോകത്താകമാനം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഇത്തരം ഒരു ഗുരുതരമായ കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നവരുമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാതെ ആ ലഹരി കച്ചവടം നടത്തിയ പണത്തിന്റെ ഒരു വിഹിതം കൂടി കേരളത്തിലെ മാധ്യമങ്ങൾ ഉച്ചിഷ്ടമായി എറിഞ്ഞു കൊടുക്കുമ്പോൾ ആ വാർത്ത മുക്കുന്ന ശൈലി എന്താണെന്ന് നാട്ടുകാർ കാണേണ്ടതാണ്. ആ വാർത്ത ജനശ്രദ്ധയിലേക്ക് വരാതിരിക്കാൻ രാത്രി മനോരമ ഓഫീസിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ സർക്കാർ സസ്പെൻഡ് ചെയ്ത് പുറത്തിറക്കിയ പ്രശാന്ത് നായർ എന്ന ഇടതുവിരുദ്ധനായിട്ടുള്ള സംഘി IAS കാരനെ കൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. രാവിലെ മനോരമ പത്രത്തിലൂടെ അടിച്ച് പുറത്തിറക്കുന്നു. അത് ചർച്ചയാക്കുന്ന വിസ്മയത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് പിണറായി വിജയന്റെ ED കേസുമായി ബന്ധപ്പെട്ട് മനോരമയിലൂടെ വന്ന വാർത്ത കോൺഗ്രസുകാർക്ക് വേണ്ടി കേരളത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി മനോരമ എടുക്കുന്ന പണിയുടെ ഭാഗമായിട്ടാണ് ലഹരി കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെ പിടിയിലാകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെ പോലും സ്വകാര്യ ഇടങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം അനുയായിയായിട്ട് നടന്ന വ്യക്തി പിടിക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഞെട്ടലുണ്ടാകുന്നില്ല, ചർച്ചയുണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് മാമാപ്പണിയാണെന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ ഡൈവേർഷൻ. ഇപ്പോ മെസ്സി വരാത്തതുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നാളെയും ചർച്ച ചെയ്യാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലാതെ നിങ്ങൾ എന്നാണത് ചർച്ച ചെയ്യാൻ പോകുന്നത്? ഇമാതിരി മാധ്യമ കച്ചവടത്തെക്കുറിച്ച് നാട്ടുകാർ തിരിച്ചറിയേണ്ടതാണ്. അത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് വാർത്തകൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്ന രീതി കൂടി അവലംബിക്കുമ്പോൾ ഡൽഹിയിലെ ബഡാ സതീശനും കേരളത്തിലെ ചോട്ടാ സതീശനും ചേർന്ന് അവരുടെ കള്ളക്കച്ചവടങ്ങൾ സോഷ്യൽ മീഡിയ വഴി ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ പുലർത്തുന്ന ജാഗ്രത കൂടി നാട്ടുകാർ കണ്ട് മനസ്സിലാക്കണം.